കോഴി മാലിന്യം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിക്കൻ വ്യാപാരികൾ നടത്തുന്ന കടയടപ്പ് സമരത്തിൽ നിന്നും കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതി പിന്മാറി. പെരുന്നാൾ ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ അടുത്ത സാഹചര്യത്തിൽ കടകൾ അടച്ചിടുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കോഴി മാലിന്യങ്ങൾ ഏറ്റെടുക്കുന്ന റെൻഡറിംഗ് പ്ലാന്റുകൾ ടിപ്പിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ ചിക്കൻ റീറ്റെയിൽ വ്യാപാരികൾ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിൽ നിന്നാണ് കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതി പിന്മാറിയത്. പെരുന്നാൾ ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ അടുത്ത സാഹചര്യത്തിൽ കടകൾ അടച്ചിടുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ തീരുമാനമായ കിലോയ്ക്ക് 3 രൂപ എന്ന കണക്കിൽ കോഴി മാലിന്യം ശേഖരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് സമിതി ആവശ്യപ്പെട്ടു. വ്യാപാരം നടത്തുന്ന ചിക്കൻ വ്യാപാരികൾക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും പറഞ്ഞു. ഭാരവാഹികളായ PT ഷുക്കൂർ, KV സലീം കണ്ണൂർ, അഹദ് മോങ്ങം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.